നമ്മുടെ ജീവനും സ്വത്തിനും നമ്മുടെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സർക്കാരാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള സമയത്ത് അനിവാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ വളരെയധികം പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുങ്ങുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഒരുക്കി വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് നമ്മുടെ കേരളം ഭരിക്കുന്നതും. ആ ഒരു സമയത്താണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് PV അൻവർ എന്ന് പറയുന്ന ഒരു MLA പിടിച്ച് റിമാൻഡ് ചെയ്തത്. റിമാൻഡ് ചെയ്ത തൊട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു വരികയും ചെയ്തു. പക്ഷേ അത് എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് ആ ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ PV അൻവറിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും മുന്നോട്ട് അധികമായിട്ട് വരില്ല. കാരണം അദ്ദേഹം മറ്റ് നമ്മുടെ സംസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടികളിൽ ചേരാത്തത് കൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരു വിയോജിപ്പുള്ളത് കൊണ്ട് തന്നെ PV അൻവറിനെ ആരും പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെതിരെ ഒരു അഭിപ്രായം പറയുന്നില്ല എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ PV അൻവറിന്റെ സപ്പോർട്ടായിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് ശക്തമായിട്ടുള്ള ഒരു പ്രവണതയല്ല നമ്മൾ കണ്ടുവരുന്നത്. എന്തായാലും PV അൻവറിനെ ഇതിലേക്ക് ഈ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ്. ഒരു ആദിവാസി തൊഴിലാളി, അദ്ദേഹത്തിന്റെ മക്കൾ 2 മക്കൾ, ആ 2 മക്കൾക്കും ഭിന്നശേഷിക്കാരാണ്. അവർ അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ ഒരു നെടുന്തൂണായിട്ടുള്ള ആ ഒരു മനുഷ്യനെ വന്യജീവി അക്രമത്തിൽ അദ്ദേഹം മരിക്കുകയും അതിനോട് പ്രതിഷേധം തീർത്തുകൊണ്ട് DMK എന്ന PV അൻവർ രൂപീകരിച്ച ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന ഒരു സംഘടന, ഒരു സോഷ്യൽ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സംഘടനയായിരുന്നു. ഈ ഒരു സംഘടനയുടെ ബാനറിൽ ഒരു ഫോറസ്റ്റ് ഓഫീസ് തകർക്കുകയും അത് കേസെടുക്കാനുള്ള ഒരു വകുപ്പ് തന്നെയാണ്, നമ്മൾ അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു സംഭവം നമ്മൾ അവിടെയും ഇവിടെയും കാണുന്ന യാദൃശ്ചികമായിട്ടുണ്ടാകുന്ന ഒരു കാട്ടാന ആക്രമിക്കുന്ന ഒരു വാർത്തയൊന്നുമല്ല. നിരന്തരമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള ആ ഒരു വനമേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് നിരവധി തവണ PV അൻവറിനെ പോലുള്ള MLA മാർ തുറന്ന് കാട്ടിയതാണ്. പക്ഷെ അവിടെ ഉള്ള ഫോറസ്റ്റ് ഓഫീസർമാർ അതിനു വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പും എടുക്കുന്നില്ല എന്നുള്ളതാണ്. അവർ അവിടേക്ക് പോവുകയോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു സൈറൻ സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടാക്കുകയോ എന്തെങ്കിലും കമ്പിവേലയെങ്കിലും വെച്ചുകൊണ്ട് ഒന്ന് തടയുകയോ ഒന്നും ചെയ്യുന്ന ഒരു പ്രവണത ഈ വനമേഖലകളിൽ കേരളത്തിൽ എവിടെയും ഇല്ല എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം. അങ്ങ് കർണാടകയിൽ നിന്ന് വരെ ഇപ്പോൾ പുള്ളിപ്പുലി വരെയും അല്ലെങ്കിൽ എല്ലാ വന്യജീവികളും കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത്. നിരന്തരമായിട്ട് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന വന്യജീവി അക്രമം, ഈ ഒരു ആക്രമണത്തിന് ശക്തമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് സർക്കാർ എടുക്കാത്തത് മൂലം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും. ഞാൻ അതാണ് തുടക്കം പറഞ്ഞു വന്നിട്ടുള്ളത്. നമുക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഈ സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു രീതിയിലുള്ള പരിഗണന കിട്ടിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾ ആ സർക്കാരിനെതിരെ പ്രതികരിക്കും, ആ ഡിപ്പാർട്ട്മെന്റിനെതിരെ ശക്തമായിട്ടും പ്രതികരിക്കും. അപ്പോൾ അതുപോലുള്ള ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇതുപോലുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു വിഷയവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഒരു ജനപ്രതിനിധിയെ പിടിച്ച് അകത്തിടുന്നതിന് മുമ്പ് എന്തിനാണ്, ഏത് കാര്യത്തിനാണ്, എങ്ങനെയാണ് അതിന്റെ വശങ്ങൾ കടന്നു പോയിരിക്കുന്നത് എന്ന് പോലും ചേർക്കാതെ, അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഒതുക്കുന്നതിന് മുമ്പ് തന്നെ പിടിച്ചുകൊണ്ട് ജയിലിൽ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം, ഇത് ദയനീയമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു മുഖ്യമന്ത്രി, നമ്മുടെ ഡൽഹി തലസ്ഥാന മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ, തിരഞ്ഞെടുപ്പ് സമയത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെ കേന്ദ്ര സർക്കാർ പിടിച്ച് തുറങ്കിലേക്ക് അടച്ചു. അപ്പോൾ അതിനെ നമ്മൾ എത്രത്തോളം വിയോജിപ്പ് പ്രകടമാക്കിക്കൊണ്ട് സംസാരിച്ചതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുപോലെ നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതും. അപ്പോൾ ഇവിടെ പിണറായി ചെയ്യുമ്പോൾ അത് ശക്തമായിട്ട് ഇത് അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു എന്ന് പറയുന്ന കുറെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം വളരെയധികം ദയനീയമായിട്ട് നമുക്ക് അതിനെ നോക്കിക്കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം PV അൻവറിനോട് ഒരു ദേഷ്യം തീർക്കുന്നതായിട്ടാണ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ആ ഒരു സ്ക്രിപ്റ്റ് പോലും അധികം നേരം നിന്നില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ഈ ഒരു വിഷയത്തിൽ PV അൻവർ കൈകൊണ്ടിരിക്കുന്ന വളരെയധികം ശക്തമായിട്ടുള്ളൊരു നിലപാടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് PV അൻവർ ഇനിയും അതിലേക്ക് ഇറങ്ങും എന്ന് വീണ്ടും പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെ നോക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ വെറും ലാഘവത്തോടു കൂടി കാണരുത്. കാരണം നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും സമത്വമായിട്ടുള്ള ഒരു നീതി നടപ്പാക്കണം. നമുക്ക്
ഈ പറയുന്ന വനമേഖലയുടെ അകത്ത് താമസിക്കുന്ന ഈ പറയുന്ന ഭിന്നശേഷിക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഈ കാട്ടുവാസി കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ആദിവാസികളാണെങ്കിൽ പോലും അവരെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു മാതൃക തന്നെയായിരിക്കണം അവരും. അപ്പോൾ ആ ഒരു രീതിയിൽ അവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ട ഒരു കടമ്പ ഉള്ളതിനാൽ തന്നെ നമുക്കിതിനെ PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. എന്തായാലും പിണറായി വിജയന്റെ രണ്ടാമത്തെ ഈ ഒരു 5 കൊല്ലം വളരെയധികം കഷ്ടതകളും അല്ലെങ്കിൽ നമുക്ക് ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം കഷ്ടതകൾ നിറഞ്ഞ ഒരു 5 കൊല്ലമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിലെ PV അൻവറിനെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു യഥാർത്ഥ ഒരു പോരാളി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എത്രത്തോളം അടിവരയിട്ടാണ് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ PV അൻവറിനെ നമ്മൾ എപ്പോഴും അദ്ദേഹത്തിനെ ആദരിക്കേണ്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത്. ഒരു പാർട്ടിയിലേക്ക് ചേക്കേറിയില്ല എന്ന് കരുതിക്കൊണ്ട് അവർ കുറ്റം പറയുമ്പോൾ PV അൻവർ ഉയർത്തിയ വിഷയങ്ങൾ എന്താണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കണം. അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ PV അൻവറിന്റെ പുതിയൊരു പാർട്ടിയിലേക്കുള്ള ഈ ഒരു കൂടുമാറ്റം വളരെയധികം നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.